ജാൻജിയാൻജിയിലെ കേബിൾ കാറിലെ യാത്ര ഒന്ന് ചെയ്താലോ? അപ്പൊ കേബിൾ കാർ യാത്ര നമ്മൾ ഏതായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ആണ് ഇതൊരു വെറൈറ്റി സംഭവം വരാൻ പോണത്. പിടിച്ചിരിക്കാൻ എന്റെ അമ്മോ, എന്താ അറിയോ താഴത്തേക്കുള്ള വ്യൂ, എന്ത് രസറിയോ ഈ യാത്ര. നമുക്ക് ഈ ട്രിപ്പിൽ ഈ ഒരൊറ്റ ഒരു ഇത് കിട്ടിയാൽ മതി, അത്രക്ക് രസാണിത്. നമ്മൾ ഇതുവരെ പോയ എല്ലാതിനേക്കാളും അപ്പുറമാണിത് ഈ ഒരു സീൻ. ഞങ്ങളതില് 2 പേര് മാത്രമേ ഉള്ളൂ, ഞാനും മുർഷിദും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സൗകര്യമായി വീടെടുക്കാനൊക്കെ പറ്റി. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മളുള്ളത് ജാൻജിയാൻജിയിലുള്ള കേബിൾ കാറിലാണ്. എല്ലാം കഴിഞ്ഞു, നമ്മുടെ ഇവിടുത്തെ അവതാർ മൗണ്ടനൊക്കെ കണ്ടു കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മുടെ സ്റ്റേഷനിലേക്ക് പോകുന്നത്. കേബിൾ കാറാണ്. ഈ കേബിൾ കാർ പ്രത്യേകത എന്ന് വെച്ചാൽ മലൻ്റെ ഇടയിൽ കൂടിയാണ് പോകുന്നത്. ഭയങ്കര രസമാണ്, പേടിച്ചു. അത്രക്കും ഭയങ്കര ഹൈറ്റ് റേഞ്ച്, ഏറ്റവും ഹയസ്റ്റ് റേഞ്ചിലുള്ള ഒരു കേബിൾ കാറാണത്. ഒരു കേബിൾ കാറിൽ ഇങ്ങനെ 4-5 പേരാണ് പോലീസ്, ഇതിൽ അങ്ങനെയുള്ള 2 പേരാണ്. അതാ ഞാൻ നോക്കിയേ കണ്ടോ, ഒരുപാട് സ്ഥലം ഉണ്ട്. പക്ഷെ ഇന്ന് തിരക്കില്ലാത്ത നമുക്ക് ഭയങ്കര ലക്കി ആയിട്ടോ. ജാൻജിയിൽ വന്നാണ് ഏറ്റവും രസം തോന്നിയത്. ഈ ഒരു രംഗം നല്ലൊരു ഭയങ്കര നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അത് പെട്ടെന്ന് മറക്കൂല ഈ ഒരു സീന്. അതുപോലെ തന്നെ അവതാർ സിനിമയിലാണ് ഇത് ഫസ്റ്റ് കാണിച്ചത്, അതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഡ്രോണിൽ എങ്ങനെ നമ്മൾ കാണുന്നത്, അത് ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഇത് ഗ്ലാസ് ഒന്ന് വെച്ച് കാണാതിരിക്കുന്ന കേട്ടോ, ഞാൻ ഗ്ലാസ് പുറത്ത് വെച്ച് മാത്രം. പക്ഷെ ഇങ്ങനെ ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു സ്റ്റൈൽ എന്താന്ന് മനസ്സിലാവും. ഏതായാലും ആളുകളുണ്ടാവും, ഓരോന്നും ഒഴിഞ്ഞാണ് പോണത്, ആളുകൾ ഇല്ലാഞ്ഞിട്ട്. പക്ഷെ ഏതായാലും ഈ ഒരു സമയം നമുക്ക് നല്ലൊരു സമയമായി കിട്ടി. അപ്പൊ ഇന്ന് ചൈനയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേബിൾ കാർ ഇവിടെയാണ് എൻഡിങ് വരാൻ പോണത്. ഇത് കഴിഞ്ഞ് ലാൻഡ് ചെയ്തു. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ആ തലയൊക്കെ ചെറുതായിട്ട് മിന്നുണ്ട്, പക്ഷെ പ്രശ്നമൊന്നുമില്ല.